2020 ക്രിക്കറ്റ് ലോകകപ്പിന്റെ കലാശപ്പോര് നടക്കുന്ന അഹമ്മദാബാദിൽ നിന്ന് ഇപ്പോൾ അനിൽ വാസുദേവ് തത്സമയം ചേരുന്നുണ്ട്. അനിൽ, കലാശപ്പോരിനി മണിക്കൂറുകൾ മാത്രം, എന്തൊക്കെ വിവരങ്ങൾ? ഉന്മേഷ്, അത് പറഞ്ഞതുപോലെ തന്നെയാണ് കലാശപ്പോരിന് ഇന്ത്യ ന്യൂസിലാൻഡ് ഫൈനലിന് ഇനി മണിക്കൂറുകളുടെ മാത്രം അകലം. 7 മണിക്കാണ് മത്സരം തുടങ്ങുന്നത്. ഇതിനോടകം തന്നെ സ്റ്റേഡിയത്തിലേക്ക് ആരാധകരുടെ വലിയ ഒഴുക്ക് നമുക്ക് കാണാം. 1,32,000 സീറ്റുകളുള്ള ഈ സ്റ്റേഡിയത്തിൽ ഇന്ന് നിറഞ്ഞ് കവിയുന്ന തരത്തിൽ തന്നെ ആരാധകരുണ്ടാകുമെന്ന വലിയ പ്രതീക്ഷയാണ് നമുക്കുള്ളത്. ധാരാളം പേർ, കുട്ടികളും സ്ത്രീകളും ഒക്കെ തന്നെ കാണാം. ഒരു രസകരമായ കാഴ്ചയിലേക്കാണ് ഒരു കൊച്ചുകുട്ടിയെ ആ ദൃശ്യങ്ങൾ കാണാം. അങ്ങനെ ഏറ്റവും ചെറിയ കുട്ടികൾ മുതൽ വളരെ പ്രായമായവരടക്കം ഇന്ത്യയുടെ ഈ വലിയ ആവേശത്തിലേക്ക് അലിഞ്ഞു ചേരാൻ, ഇന്ത്യക്ക് പിന്തുണയേകാൻ സ്റ്റേഡിയത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വലിയ നിറഞ്ഞു കവിഞ്ഞ കാഴ്ച തന്നെയാണ് അഹമ്മദാബാദിലെ ഈ സ്റ്റേഡിയത്തിൽ കാണുന്നത്. ഒപ്പം കുറച്ച് മലയാളി ആരാധകർ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. എന്താണ് ഇന്ത്യയുടെ പ്രതീക്ഷകൾ? എവിടെ നാട്ടിൽ നിന്ന് എവിടെയാ? ഞാൻ കാഞ്ഞിരപ്പള്ളി. ഓക്കെ, നിങ്ങളോ? ഞാൻ വയനാട് കൽപ്പറ്റ. പിന്നെ ഞാൻ കോഴിക്കോട്. അതായത് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ഒരു പരിച്ഛേദം തന്നെയാണ്. ഈ സുഹൃത്തും കൂടി ഉണ്ട്. എവിടെയാ? തിരുവനന്തപുരം. അതെ, അപ്പോൾ തെക്കേ അറ്റം തൊട്ട് വടക്കേ അറ്റം വരെ നമ്മുടെ മലയാളികളൊക്കെ തന്നെയുണ്ട്. ഒറ്റ ലക്ഷ്യം, ടീം ഇന്ത്യയെ പിന്തുണയ്ക്കുക, ഒപ്പം തന്നെ സഞ്ജു സാംസനെ പിന്തുണയ്ക്കുക എന്ന് തന്നെയാണ് വലിയ കാര്യം. സഞ്ജു കഴിഞ്ഞ 2 കളിയിലും തകർത്തടിച്ചു. ഫൈനലിലും അതിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കുന്നു ഉണ്ടെന്ന് പറയരുത്. കഴിഞ്ഞ 4 കളിയിലും സഞ്ജു തകർത്തടിച്ചു. സഞ്ജു ഇനിയുള്ള കളിയിലും അടിക്കും. എന്താ പ്രതീക്ഷ ചേട്ടാ? 3ാമത്തെ കളിയിലും സഞ്ജു തീർച്ചയായും സെഞ്ചുറി നേടും. ഒരുപാട് പക്ഷേ ഈ സ്റ്റേഡിയത്തെ കുറിച്ച് അത്ര നല്ല അഭിപ്രായമല്ല. അതായത് മുമ്പ് നമ്മൾ ഫൈനൽ തോറ്റിട്ടുണ്ട്, സൂപ്പർ 8 തോറ്റു. ചെറിയ ആശങ്കയുണ്ടോ? അത് മാത്രം 2-3 ഒക്കുന്നാണല്ലോ. അപ്പൊ നമ്മള് ഇതില് നമ്മൾ ആ പരിഹാരം അതൊന്ന് പരിഹരിച്ച് തരാം. കിവീസ് കരുത്തരാണോ? അതെ, കരുത്തരാണ്. പക്ഷേ നമ്മൾ അതിനേക്കാളും കരുത്തരാണ്. പിന്നെ 2 തവണ തോറ്റ സമയത്തും സഞ്ജു ടീമിലില്ലായിരുന്നു, ഇവിടെ തോറ്റപ്പോൾ. പക്ഷേ ഇത്തവണ സഞ്ജു ഉള്ളതുകൊണ്ട് നമ്മൾ ജയിക്കും. ഉന്മേഷ്, അതാണ് കഴിഞ്ഞ തവണയൊക്കെ തന്നെ തോറ്റപ്പോൾ ടീമിൽ സഞ്ജു ഇല്ലായിരുന്നു. പക്ഷേ സഞ്ജു വരുന്നതോടുകൂടി കളി മാറും, കളി കളറാകും എന്ന് തന്നെയാണ് വലിയ ആഘോഷം. ആ ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി പോകാം. ഒരു രസകരമായ വേഷം, ഒരു കൊച്ചുകുഞ്ഞ്, 1 വയസ്സിൽ മാത്രം താഴെയുള്ള ഒരു കൊച്ചുകുട്ടി കൃഷ്ണവേഷം വഴിയൊക്കെ തന്നെ എത്തിയതാണെന്ന് മനസ്സിലാക്കാം. ആ കുട്ടിയല്ല, അതൊരു വാവയാണ്. ദൂരത്ത് നിന്ന് കണ്ടപ്പോൾ കുട്ടിയാണെന്നാണ് കരുതിയത്. അങ്ങനെ ഇവരുടെ ആഘോഷങ്ങളൊക്കെ തന്നെ അതുപോലെ ഒരു കളറാണ്, വലിയ ആഘോഷമാണ് ഉണ്ടാകുന്നത്. എന്തായാലും ഗംഭീരമായി വലിയ രീതിയിൽ ആഘോഷിക്കാൻ തന്നെയാണ് ഗുജറാത്തുകാർ, ഇല്ലെങ്കിൽ ഇന്ത്യക്കാർ ഒന്നടങ്കം അഹമ്മദാബാദ് സ്റ്റേഡിയത്തിലേക്ക് ഇരച്ചെത്തുന്നത്. വമ്പൻ കാഴ്ച തന്നെയാണ് സ്റ്റേഡിയത്തിൽ ഉള്ളത്. ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. 3:30-ക്കാണ് ആരാധകരെ സ്റ്റേഡിയത്തിനകത്തേക്ക് കയറ്റിവിട്ട് തുടങ്ങുക. അവിടെ നിന്ന് മുതൽ സ്റ്റേഡിയത്തിലേക്കുള്ള ഈ എൻട്രൻസിലെ കാഴ്ച അത് മുമ്പൊക്കെ തന്നെ കണ്ടിട്ടുള്ളതാണ്. വളരെ മനോഹരമായ കാഴ്ചയാണ്. ഒരു നീലക്കടൽ ഇളകി വരുന്നത് പോലെ തന്നെയാണ്. പ്രത്യേകിച്ച് ഇന്ന് നമുക്ക് സഞ്ജുവിന് വേണ്ടി കൈയടിക്കേണ്ടത്, എക്സ്ട്രാ എനർജി നമ്മൾ കരുതി വെക്കേണ്ടതുണ്ട്. കാരണം സഞ്ജു കഴിഞ്ഞ 2 മത്സരങ്ങളിലും ഉഗ്രൻ പ്രകടനം, അത് ഇത്തവണയും ആവർത്തിക്കും. കഴിഞ്ഞ തവണ ലോകകപ്പ് നേടുമ്പോൾ ടീമിൽ സഞ്ജു ഉണ്ടായിരുന്നു, സ്ക്വാഡിൽ സഞ്ജു ഉണ്ടായിരുന്നു. പക്ഷേ സഞ്ജുവിന് പ്ലേയിങ് 11-ൽ അവസരം കിട്ടിയില്ല. പക്ഷേ സഞ്ജു ഇത്തവണ പ്ലേയിങ് 11-ൽ ഉണ്ടാകും, ഓപ്പണറായി ഉണ്ടാകും. സഞ്ജു തുടക്കം മുതൽ തകർത്തടിക്കും. ചേസിംഗ് എങ്കിൽ ടീമിന്റെ വിജയത്തിൽ കരകയറ്റുന്ന, വിജയത്തിന്റെ കര പിടിക്കുന്നത് വരെ സഞ്ജു ഉണ്ടാവും. അല്ലെങ്കിൽ ഓപ്പണിംഗ് എങ്കിൽ, ആദ്യം ബാറ്റിംഗ് എങ്കിൽ സഞ്ജു മികച്ച തുടക്കം തരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. സഞ്ജുവിനെ കാത്തിരുത്ത് ഒരു സ്പെഷ്യൽ സമ്മാനമുണ്ട്. കഴിഞ്ഞ 2 മത്സരങ്ങളിലും പ്ലെയർ ഓഫ് ദ മാച്ചായ സഞ്ജു ഈ മത്സരത്തിൽ കൂടി തിളങ്ങുകയാണെങ്കിൽ, ഒരുപക്ഷെ അതിനു മുമ്പ് തന്നെ ഈ മത്സരം ഇന്ത്യ ജയിക്കുകയാണെങ്കിൽ സഞ്ജുവാണ് ടൂർണമെന്റിലെ താരമാകാനുള്ള വലിയ സാധ്യത നിൽക്കുന്നുണ്ട്. ആ പ്രതീക്ഷയിൽ തന്നെയാണ് മലയാളികൾ ഒന്നടക്കമുള്ള സഞ്ജു ആരാധകരുമുള്ളത്. ഉന്മേഷ്, അനിൽ വാസുദേവാണ് വിവരങ്ങൾ നൽകിയത് അഹമ്മദാബാദിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.